സമയം 11:30 ആയിട്ടുണ്ട്. ഹയാസിന് നല്ല പനിയുണ്ട്. ഹംനയാണെങ്കിൽ ഒരു വോമിറ്റിംഗ് കഴിഞ്ഞിരുന്നതാണ് കേട്ടോ. ദേ അവസാനം അവൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഇക്കാക്ക പിള്ളേരെ നോക്കിക്കോളാന്നും പറഞ്ഞിരുന്നതാണ്. അവസാനം ഇക്കാക്ക ഇരുന്ന് ഉറങ്ങാണ് കേട്ടോ. ഇതിപ്പോ നെക്സ്റ്റ് ഡേ ആണ്. 2 പിള്ളേർക്ക് ഒരുമിച്ച് വയ്യാതായതുകൊണ്ട് നമ്മൾ ഇന്ന് ഓഫീസിലേക്ക് പോയത് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ. ഹംന ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. ഹയാസിന്റെ ടെമ്പറേച്ചർ ഒന്നും ലോ ആയിട്ടില്ല. അപ്പൊ രണ്ടുപേരെ നമ്മൾ കൂടെ പോയിപ്പോ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ കുറച്ച് സ്റ്റോക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നേരെ എന്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. അന്ന് പാടെ കരിക്കിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഒരു കരിക്കിടാൻ പോയി ഇക്കാക്കയാണ് ഒരു കൊല കരിക്കിട്ടുകൊണ്ടാണ് തെങ്ങിന്റെ അടുത്തുനിന്ന് പോകുന്നത്. ഇളം കരിക്കായതുകൊണ്ട് ഇക്കാക്കി കട്ടിംഗ് പ്രോസസ് എന്തായാലും എളുപ്പമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കരിക്കൊക്കെ പൊട്ടിച്ച് രണ്ടുപേർക്കും കരിക്കിന്റെ വെള്ളമൊക്കെ കൊടുത്തു. കരിക്കിന്റെ ഉള്ളിൽ കാര്യമായ കഴമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉണ്ടായിരുന്ന 2 പിള്ളേർ കൂടിയും കൊടുത്തിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കോളിഫ്ലവർ ബജി, മുട്ട ബജി, അങ്ങനത്തെ ബജികളും അതിന്റെ സൈഡ് ചമ്മന്തിയും ചായയൊക്കെ കൂട്ടി വട്ടമേശ സമ്മേളനം കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അതും കുടിച്ച് ഞാൻ റെസ്റ്റ് എടുക്കുന്നതിനിടയിലാണ് അടുക്കളയിൽ ഒരു ടോട്ടോ ശബ്ദം കേട്ടത്. അങ്ങനെ വന്ന് നോക്കിയപ്പോ ഉമ്മിച്ചി ഇവിടെ പോപ്കോൺ ഉണ്ടാക്കാണ്. ചൂടോടെ പോപ്കോണും കഴിച്ച് ഞങ്ങൾ ഇനി വീട്ടിൽ പോകാൻ നോക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ടാറ്റാ.